കൊല്ലം ജില്ലയിലും UDF മുന്നേറ്റം. 11 മണ്ഡലങ്ങളിൽ 2 മാത്രമാണ് LDF വിജയിച്ചത്. ശക്തി കേന്ദ്രങ്ങളിൽ പോലും LDF തകർന്നടിയുന്ന കാഴ്ചയാണ് ഉള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 മണ്ഡലങ്ങളിൽ 9 വിജയം കൈവരിച്ചാണ് UDF ഉജ്ജ്വലമായ വിജയം നേടിയത്. ചടയമംഗലം മണ്ഡലത്തിൽ വൻ വിജയമാണ് UDFിലെ MM നസീർ നേടിയത്. ഇവിടെ LDFിലെ ചിഞ്ചുറാണിയെയാണ് നസീർ പരാജയപ്പെടുത്തിയത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന ചാത്തന്നൂരിൽ അവസാന വിജയം BJPക്കായി. BJPയിലെ BB ഗോപകുമാറാണ് ഇവിടെ വിജയിച്ചത്. ചവറ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDFിലെ ഷിബു ബേബി ജോൺ വിജയിച്ചത്. സിറ്റിംഗ് MLA സുജിത് വിജയൻ പിള്ളയെയാണ് ഷിബു ബേബി ജോൺ പരാജയപ്പെടുത്തിയത്. ഇരേപുരം മണ്ഡലത്തിൽ സിറ്റിംഗ് MLA M നൌഷാദിനെ UDFിലെ അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ പരാജയപ്പെടുത്തി. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ സിറ്റിംഗ് MLA CR മഹേഷ് സീറ്റ് നിലനിർത്തി. LDFിലെ MS താരയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. LDFിലെ S ജയമോഹനെയാണ് UDFിലെ ബിന്ദു കൃഷ്ണ പരാജയപ്പെടുത്തിയത്. കൊട്ടാരക്കരയിൽ മന്ത്രി ബാലഗോപാൽ വിജയിച്ചു. UDFിലെ ഐഷ പോറ്റിയെയാണ് ബാലഗോപാൽ പരാജയപ്പെടുത്തിയത്. കുണ്ടറയിൽ PC വിഷ്ണുനാഥ് ഉജ്ജ്വല വിജയമാണ് നേടിയത്. കൊല്ലം മണ്ഡലത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് PC വിഷ്ണുനാഥ് കരസ്ഥമാക്കിയത്. LDFിലെ SL സജികുമാറിനെയാണ് വിഷ്ണുനാഥ് പരാജയപ്പെടുത്തിയത്. കുന്നത്തൂർ മണ്ഡലത്തിൽ UDFിലെ ഉല്ലാസ് കോവൂർ വൻ വിജയം നേടി. LDFിലെ കോവൂർ കുഞ്ഞുമോനെയാണ് ഉല്ലാസ് കോവൂർ പരാജയപ്പെടുത്തിയത്. പത്തനാപുരത്ത് മന്ത്രി KB ഗണേഷ് കുമാർ പരാജയപ്പെട്ടു. UDFിലെ ജ്യോതികുമാർ ചാമക്കാലയാണ് ഗണേഷ് കുമാറിനെ പരാജയപ്പെടുത്തിയത്. പുനലൂരിൽ LDFിലെ CPI പ്രതിനിധി C അജയപ്രസാദ് വിജയിച്ചു. UDFിലെ നൌഷാദ് യൂനുസിനെയാണ് അജയപ്രസാദ് പരാജയപ്പെടുത്തിയത്. കൊല്ലം ജില്ലയിൽ 2 മണ്ഡലങ്ങളിൽ മാത്രമായി LDF ഒതുങ്ങി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.